ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഓഫീസും കൂടി ഉള്ള ദിവസമാണ്. അപ്പോൾ അന്നത്തെ തിരക്കും കാര്യങ്ങളും പിന്നെ പറയണ്ടല്ലോ, നമുക്ക് പോകാനുള്ള അന്നത്തെ തിരക്ക്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീക്കണം, അരമണിക്കൂർ മുന്നേ തന്നെ എണീക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് തലേന്ന് അലാറൊക്കെ വെച്ചത്. പക്ഷേ അലാറൊക്കെ ഞാൻ ഓഫാക്കിക്കാണ്ട് കിടന്നിട്ട് കേട്ടാ. പിന്നെ എന്നും സാധാരണ എണീക്കണം ആ നേരത്തും കൂടി എണീക്കാൻ പറ്റിയില്ല. നേരം 5:45 കഴിഞ്ഞ് 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് വേഗം അടുക്കളയൊക്കെ വന്നാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നേരെ വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് ആലോചിച്ച് നിന്ന്. പിന്നെ ഏതായാലും വീഡിയോ എടുക്കാനൊരു പ്ലാനിങ് ഇട്ടതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ പ്രത്യേകിച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. കാരണം തലേന്ന് കുറച്ച് പണികൾ രാത്രി എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ വീഡിയോയിൽ ടേബിളുമ്പോൾ കണ്ടതും. കുറേ ടിന്നും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു മൂഡ് തോന്നിയപ്പോൾ അങ്ങനെയാണ്ട് കഴുകി വെച്ചതാണ്. ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ എനിക്ക് ക്ലീനിങ് ഒക്കെ തുടങ്ങാൻ. എനിക്ക് എപ്പോഴാണോ ഒരു മൂഡ് തോന്നുന്നത് അപ്പം ഞാനും എൻ്റെ പണികളൊക്കെ എടുക്കലാണ്. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കാണ്ട് കഴുകിക്കാണ്ട് ടേബിൾ മേൽ ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പകൽ കഴുകി മുറ്റത്തിട്ട് പോകാനൊരു സമാധാനമില്ല. നായ്ക്കളൊക്കെ ഇനി തൊട്ടാൽ ആകെ പണിയാവില്ല. അപ്പോൾ മുറ്റത്തിട്ട് കാണാൻ പോകാനുള്ള സമാധാനമില്ല. അപ്പോൾ പിന്നെ ഈ ഒരു പരിപാടി അകത്തിട്ട് ഉണക്കണ പരിപാടിയേ നടക്കുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എളുപ്പത്തിന് ഇതാ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടിനുള്ള അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉതിർത്താനും വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയമൊന്നും പിന്നെ കളയാനൊന്നുമില്ല കേട്ടോ. ആ വന്നാൽ പിന്നെ ആ ഒരു പോണ നേരത്തെ പിന്നെ ശ്വാസം വിടലുണ്ടാവുള്ളൂ. അപ്പം ഞാൻ തലേന്ന് തന്നെ അടിച്ചുവാരൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടക്കമുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓഫീസിലേക്ക് പോകൽ തുടങ്ങിയാൽ പിന്നെ ഡെയിലി തുടക്കൽ നിർത്തിക്കണം കേട്ടോ. എന്നും തുടച്ചിരുന്ന ആളാണ് ഞാൻ. ഇപ്പം ഞാൻ 2 ദിവസം കൂടുമ്പോൾ അല്ലാതെ ഒന്നരാടിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ തുടക്കലൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അധികം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മുറ്റം അടിച്ചു വാരാണെങ്കിൽ അത് അടിച്ചു വാരും. പിന്നെ അകം അടിച്ചു വാരാണെങ്കിൽ അങ്ങനെ അടിച്ചു വാരും കേട്ടോ. തുടക്കമുള്ള ദിവസങ്ങളിൽ ഞാൻ തലേന്ന് തന്നെ അടിച്ചു വാരിയാണ്ട് വെക്കുന്ന. പിന്നെ രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ, വേഗം ഒന്നാണ്ട് തുടച്ച് പോയാൽ മതി. തട്ടിക്കൊട്ടി അടിച്ചു വാരി എടുക്കാനല്ലോ കുറച്ച് ടൈം പിടിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ കേട്ടോ. അങ്ങനെ ഞാൻ തലേന്നൊക്കെ അടിച്ചു വാരിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചതാണ്. ഇതാ ചെയറും കൂടി ഞാൻ പിന്നെ നീക്കി വെച്ചിട്ടില്ല കേട്ടോ, അതേപടി കിടക്കണം. എന്നാൽ പിന്നെ രാവിലെ തുടച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും ചായക്കുള്ള വെള്ളം ചോറിനുള്ള വെള്ളം ഒക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടിനുള്ള പൊടിയും ഉതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെടി കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് നിന്നീനേതേനി ചെടി. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, അകത്ത് വെച്ചപ്പോൾ ഒരു മഞ്ഞ കളറിൽ വന്നിട്ട് ഇലയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഒരു 2 ചട്ടിയിട്ടത് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ്, വെയിലും ഇതൊക്കെ ഒന്ന് തട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ 2 ദിവസമായി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് അകത്തേക്ക് കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യണം. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ അകത്ത് വെക്കുമ്പോൾ എന്താ പറയുക, ഒരു എനർജിയാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെടികളൊക്കെ അങ്ങനെ അകത്ത് വെക്കണത്. നമുക്ക് പിന്നെ അകത്ത് അങ്ങനെ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് എന്താ പറയുക, ആഴ്ചയിൽ ഇങ്ങനെ പുറത്തേക്ക് വെക്കണം ചെടികൾ. അല്ലാഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ്സിൽ പിന്നെ നമുക്ക് കിട്ടൂല. അപ്പോൾ അതാ ഞാൻ അടുക്കളയിൽ ഈ ഒരു ജനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ 3 ചെടി വെക്കണത് ഒരേപോലത്തെ. ഇതിൻ്റെ മുന്നേ ഞാൻ നമ്മൾ വീഡിയോ കാണുന്നവർക്കാരും അത് ഞാൻ മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ അകത്തിരുന്നപ്പോഴും ഒക്കെ ഒരു കളർ മങ്ങലൊക്കെ വന്നപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി അതിൽ പിന്നെ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് അങ്ങനെ അതും ഇതും കൂടി മാറ്റി മറിച്ചിട്ട് അങ്ങനെ വെക്കാൻ വിചാരിച്ചതാണ് കേട്ടോ. എന്നും ഒരേ ചെടി തന്നെ വെക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു മണി പ്ലാന്റും ഒന്ന് പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റും, ഇതിൻ്റെ പേര് അത് തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി മറിച്ച് വെക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ തലേന്ന് കഴുകി വെച്ചിട്ടുള്ള ടിന്നും പാത്രങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇതൊക്കെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഇതിപ്പോൾ തുടക്കാൻ നിന്നാലും ഇപ്പോൾ സമയം പെട്ടെന്ന് തീരും. നമ്മളാണെങ്കിൽ നമുക്ക് തീരെ ടൈമും ഇല്ല. അപ്പം ഞാൻ മോളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പണി. അപ്പോൾ ഇങ്ങനെ ഉണ്ട് തുടച്ചുകാണ്ട് പിന്നാണ്ട് സ്റ്റോർ റൂമൊക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ പെട്ടെന്നാണ്ട് റെഡി ആയിക്കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊന്നും ഒക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കണം മുന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി
റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു പച്ച ബക്കറ്റും ഓറഞ്ച് ബക്കറ്റും മക്കൾക്ക് നബിദിനത്തിന് കിട്ടിയതാണ് കേട്ടോ. മോക്കും മോനക്കും കിട്ടിയതാണ്. അപ്പോൾ അതും നല്ലൊരു ഉപയോഗമായിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂടിയുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ടുകൊണ്ട് അടച്ച് വെക്കല്ല. അപ്പോൾ ഏതായാലും മോളെ ആ ഒരു പണി ഏൽപ്പിച്ചിട്ട് ഇതാ ഞാൻ തുടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാ മോപ്പും കാര്യങ്ങളൊക്കെ ഇതാ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് പിന്നെ തുടക്കാനും അതുപോലെ അടുക്കളേൻ്റെ സ്റ്റെപ്പ് തുടക്കാനും കൂടി ഒരു മോപ്പ് ആക്കിയിരിക്കുകയാണ്. മേലത്തെ ഓപ്പൺ ടെറസൊക്കെ തുടക്കാനായിട്ട് ഒരു മോപ്പ്, നമ്മൾ പഴയ മോപ്പ് അതിനാക്കിയിട്ട് ഇപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ടർക്കിൻ്റെ ഈ ഒരു മോപ്പ്. ഇത് പിന്നെ ഇങ്ങനത്തെ മോപ്പ് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റു നമ്മൾ ഈ ഒരു ഗൾഫിൻ്റെ ഈ ഒരു നൂലുള്ള ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 7 കൊല്ലമായിട്ടും ഇതേ മോഡൽ ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ടർക്കി മോഡൽ ഇങ്ങനെ പുറത്തുനിന്ന് ഇവിടെ നമ്മളെ നാട്ടിലത്തത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഒരു മോപ്പോട് തുടച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തേക്ക്. അപ്പം ഇനി ഏതായാലും തുടങ്ങട്ടെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊക്കെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അരിയും വെള്ളം കൂടി അങ്ങനെയാണ് വെച്ചതായിരുന്നു. റേഷൻ പീടികത്തെ അരിയാണ്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് അത്ര മതി. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പോൾ ഇനി തുടക്കാൻ നിൽക്കുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ പിന്നെ പുട്ടൊന്ന് ആവിയേറ്റാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിരകണ പരിപാടിയേ ഇല്ല കേട്ടോ. അങ്ങനെ അടർത്തി എടുക്കുക, ജാറിലിട്ട് ഒന്നും കെട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. എളുപ്പമാണ് കേട്ടോ. 2 മിനിറ്റോട് പരിപാടി കഴിച്ചാൽ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പിന്നെ കുറ്റിയിലേക്ക് ഇതൊക്കെ പൊട്ടൊക്കെ നിറച്ചിട്ട് ആവിയേറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ തുടക്കാനും വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാനില്ല. രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കിയാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ്ട് ഓഫീസിലെത്തോളം ഒരു നെട്ടോട്ടമാണ്. അപ്പോൾ ഏതായാലും അതവിടെ വെച്ചെടുത്തിട്ട് ഇനി തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് ഉതിർത്തി ആവി കയറ്റാൻ വേണ്ടി വെച്ചപ്പോൾ ഇത് മോൾ ഇതാക്കണ ഒക്കെ തുടച്ച് റെഡി ആക്കിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ആൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് സ്റ്റോർ റൂമിൽ റാക്കുമ്പോൾ അങ്ങനെ കമഴ്ത്തി വെക്കുകയാണ് കേട്ടോ. ഇനി സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് ഫില്ലാക്കി വെക്കണം. പിന്നെ മക്കൾക്ക് കിട്ടിയ ബക്കറ്റ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ എല്ലാത്തിനും ഉണ്ട് ബക്കറ്റ് സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ്ട് തുടച്ച് കണ്ടാണ്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി, പിന്നെ കഴുകാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഏതായാലും തുടക്കാൻ നോക്കട്ടെ. അപ്പോൾ ഞാനിതൊക്കെ തലേന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ചെയറൊന്നും നീക്കിയൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ ആയാൽ തുടക്കാനുള്ളത് വെച്ചിട്ട് അതേപടി അങ്ങനെ ഇട്ടുകൊണ്ടാണ് പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ ഇനി അങ്ങനെ തുടച്ചെടുക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ടേബിൾ ഇതൊക്കെ തലേന്ന് ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ടീപ്പോയി, വാഷ് ബേസ് കാര്യങ്ങളും ഒക്കെ പിന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടച്ചാണ്ട് പോയാൽ മതി. ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും. അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ 8 മണിയാകുമ്പോഴത്തേന് നമ്മൾ ചോറും കൂട്ടാനും കറിയും തുടക്കുകയാണെങ്കിൽ തുടക്കലും ഒക്കെ കഴിയും. പിന്നെയും മുറ്റടിച്ച് തരുന്ന പരിപാടിയാണ് നമുക്ക് രാവിലെ പോണ ടൈമിൽ നടക്കാത്തത്. അകത്തത്തെ എല്ലാ പരിപാടിയും നടക്കും. കാരണം മുറ്റടിച്ച് തരാൻ പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കൂട്ടോ. നമുക്ക് 4 പുറം പിന്നെ നല്ല മട്ടത്തിൽ തന്നെ ഇരുന്ന് അടിച്ചണം. എന്നാലും തന്നെയാണ് കച്ചറ കൊണ്ട് പോയി കിട്ടുള്ളൂ. കാരണം കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണിയൊന്നും നടക്കാത്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട്. രാവിലെ ഒക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ ആ ഒരു മുറ്റടിച്ചതിൻ്റെ പരിപാടി പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷം, അതും വൈകുന്നേരം മുഴുവനാവില്ല. കാരണം ഒരു മുൻഭാഗം അടിച്ച് വരുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മളിങ്ങനെ ജോലിക്ക് പോവൽ തുടങ്ങിയാൽ ഒരുപാട് മാറ്റം ഉണ്ട്. നമ്മൾ നേരത്തെ എണീക്കും. പിന്നെ പോവാനുള്ളതാണല്ലോ വിചാരിച്ചിട്ട് ആ ഒരു കറക്റ്റ് 8 മണിൻ്റെ മുന്നായിട്ട് ഒരു ഓട്ടയിക്കാരം. പണി തീർക്കണമല്ലോ, അത് കഴിക്കണമല്ലോ, കുട്ടികളെ കാര്യങ്ങൾ റെഡിയാക്കണം, ചോറ് റെഡിയാക്കണം എന്നുള്ള ഒരു നെട്ടോട്ടയിക്കാരം. മറ്റേത് അങ്ങനെയല്ല. ജോലിക്ക് പോവാത്ത അന്ന് ഇനിയിപ്പോൾ നേരത്തെ എണീറ്റാലും ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ, ഇന്നിപ്പോൾ നേരത്തെ എണീറ്റ ദിവസമൊക്കെ അല്ല, അപ്പം ഇനിയിപ്പോൾ അങ്ങനെ സാവധാനത്തിൽ എടുക്കല്ല വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റ് എന്ന് എടുക്കുന്ന പണീൻ്റെ അത്രയും പണി നടക്കില്ല. സമയം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ പോകാനുള്ളതുകൊണ്ട് നേരത്തെ എണീക്കണോണ്ട് ഒരു ഗുണമുണ്ട്. 8 മണിയാകുമ്പോഴത്തേന് പോകാനുള്ള ആളൊക്കെ അപ്പോഴത്തേന് റെഡിയാക്കുള്ള ഒരു മൈൻഡിലൊക്കെ
പെട്ടെന്ന് കഴിക്കൂട്ടാം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഒരു സമാധാനത്തോടു കൂടി പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ എനിക്കും ഭയങ്കര മടിയുള്ള കാര്യമുണ്ട്. നേരത്തെ എണീറ്റ് അടുക്കളയ്ക്ക് വരിക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള എനിക്ക്. നേരെ വൈകി പിന്നെ വന്നാലും എൻ്റെ പണി പെട്ടെന്ന് ഞാൻ തീർക്കലുണ്ട്. പക്ഷെ നേരത്തെ എണീക്കുമ്പോൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ പോകാനുള്ളതും കൂടി ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു 8 മുന്നായിട്ടൊക്കെ കണ്ട് നമ്മൾ പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ അടുക്കളയ്ക്ക് വരൽ 7 മണിക്കാണ് കേട്ടോ. പിന്നെ മദ്രസൊക്കെ ഉള്ള ടൈമിൽ 6:30ക്ക് അടുക്കളയ്ക്ക് വരും. ഇങ്ങോട്ടാണ് പണികളൊക്കെ തുടങ്ങുക. അപ്പം അങ്ങനെയല്ല, അപ്പം 5 മണിക്ക് എണീക്കും. 5 മണിക്ക് തന്നെ അടുക്കളയ്ക്ക് വരും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അങ്ങനെ എണീക്കൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരമില്ലായിരുന്നു കേട്ടോ വീഡിയോസൊന്നും എടുക്കാൻ. ചോറും ഇതൊക്കെ ആക്കി കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓഫീസിലൊക്കെ എത്തി പിന്നെ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. കൃത്യം 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് 1 to 2 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വർത്താനം അങ്ങനെയാണ് പറഞ്ഞു പോയി. അപ്പോൾ ഞാനിന്ന് നേരെ വൈകി എണീറ്റത് കൊണ്ട് എളുപ്പത്തിന് തക്കാളിക്കറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും അയില പൊരിച്ചതുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഏതായാലും ഇതൊക്കെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത് നമ്മളെ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാറ് ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് നമ്മൾ ഒറ്റ ട്രിപ്പിൽ എല്ലാവരും കൂടി ഇവിടെ കൊള്ളൂല കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കൽ. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ അവൾ പിന്നെ മന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ കൂട്ടാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു സമയം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്ട് ചോറ് കഴിച്ച് തീരുന്നത് അറിയില്ല. അപ്പം ഞാനിതൊക്കെയാണ് ഉരുളക്കിഴങ്ങ് പൊരിച്ചതും മീൻ പൊരിച്ചതും കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ കറി കൊണ്ടുവരലേക്ക് ഇങ്ങനെ ഉപ്പേരി കുഴച്ചിട്ട് ചോറ് തിന്നണതാണ് ഇഷ്ടം. പിന്നെ കറിയൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഒലിക്കുക എന്നൊക്കെ ഉള്ളതിൽ പിന്നെ കറിക്ക് വലിയ ആഗ്രഹമില്ല. പിന്നെ ഇവരൊക്കെ കൊണ്ടുവരും ചെയ്യും. പിന്നെ എനിക്ക് ഉപ്പേരി കുഴച്ചിട്ടാണ് ചോറ് തിന്നണം ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി എല്ലാവരും കൂട്ടാലും പിന്നെ കൈയിട്ട് മന്താണ്. അപ്പോൾ ഇത് ഓരോരുത്തരായി വരണുള്ളൂ കേട്ടോ. പിന്നെ ഇവർക്കൊക്കെ പരാതിയാണ് കേട്ടോ ഞാനിവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൽ. എന്താ നിങ്ങളെ വീഡിയോ എടുക്കാത്തത്, വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പരാതിയാണ്. പിന്നെ ഞാൻ 1-2 വീഡിയോസൊക്കെ എടുത്തിരുന്നു ഇവരെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള. പക്ഷേ ആ വീഡിയോസൊക്കെ ഇന്നാൾ ഞാൻ പറഞ്ഞില്ല ഡിലീറ്റായി പോയിന്ന്. അപ്പോൾ അതിൽ 1-2 വീഡിയോസ് ഡിലീറ്റായി പോയിട്ടാണ്. അങ്ങനെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കുറച്ച് നേരം ഒന്ന് പിന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടും, ഒരു 10 മിനിറ്റോളൊക്കെ നമ്മൾ ഇരിക്കും. അപ്പോൾ എടുത്തതാണ് കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. ഫാമിലി ആണെങ്കിലും നമ്മളെ ബാക്കിയുള്ളവരൊന്നും വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തലില്ല. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോയിൽ എടുത്താണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് സാറ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കുക പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സാറ് വക നമുക്ക് ഷവർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നേരം തന്നെ ഇല്ല കേട്ടോ, ധൃതിയിൽ കഴിക്കുകയാണ്. ഒന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും നേരമില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ പറ്റില്ല. ഒരു ഷവർമ്മ ഇട്ട് വീട്ടിൽ കൊണ്ടുപോയി ആകെ അടിയാവും. പിന്നെ ആണെങ്കിൽ ഇത് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് അതിൻ്റെ കാര്യം അധോഗതിയാവും. കാരണം 1.5 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ആകെ ഒരു കഥ ആവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആവശ്യമൊന്നുമില്ലായിരുന്നു ഇരുന്ന് തിന്ന് അങ്ങോട്ട്. അപ്പോൾ എല്ലാവരും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കണ്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും സമാധാനമില്ല, നേരെ വൈകില്ല എന്നുള്ളതിൽ പിന്നെ ഒരു നെട്ടോട്ടമായിരുന്നു. അപ്പോൾ നമ്മളിതാ ഒരു മരുമകൻ കൊടുക്കുന്ന ടൈം ആയപ്പോഴത്തേന് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ മോള് മുറ്റടിച്ചു വാരലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ ഇതാ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ഉണ്ടായാലാണ് നമ്മളെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡായിട്ട് വിടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഓക്കെ, ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.